ആദ്യമേ ഞാനൊരു ക്ഷമാപണത്തോടെ തുടങ്ങുകയാണ്. കാരണം ഇവിടെ വന്ന് ഓരോ മഹത് വ്യക്തികളും നമ്മുടെ ക്ഷണം സ്വീകരിച്ചു വന്നതാണ്. ദൈവതുല്യരായ അതിഥികൾ തന്നെ പറയാം. പക്ഷെ ഇവിടെ ഒരു ഇൻഫോർമൽ ഒരു ഫോർമൽ നമ്മുടെ കുടുംബയിലായതുകൊണ്ട് ഇവിടെ വന്ന ഓരോരുത്തരെയും ചേർന്ന് ഇരുത്തി മറ്റുള്ള വേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ നിങ്ങളൊക്കെ ഞാൻ ക്ഷണിച്ചു വന്ന ഓരോരുത്തരും നമ്മുടെ സ്വന്തമായി എന്നുള്ള ഒരു കൺസിഡറേഷൻ ഞാൻ തന്നെ സ്വന്തം എടുക്കുകയാണ്. സോ അതിൻ്റെ പേരിൽ ക്ഷമിക്കുക. പക്ഷെ കുറച്ച് ഫ്രീഡം ഞാനും ഒന്ന് എടുക്കുകയാണ് എല്ലാവരോടും. താങ്ക് യു. എല്ലാവർക്കും ഈ ഒരു ധന്യ മുഹൂർത്തത്തിലേക്ക് സ്വാഗതം. സുഹൃതം, നിമിത്തം, അനുഗ്രഹം, അതാണ് ഈ വേളയിൽ രണ്ടാമത്തെ ബൊമ്മക്കൊലു ഉത്സവം നടക്കുമ്പോൾ ഇവിടെ എനിക്ക് സ്വയം തോന്നുന്നത്. പണ്ട് നവരാത്രി കാലങ്ങളിൽ എല്ലാ അഗ്രഹാരങ്ങളിലും ഈ ബൊമ്മക്കൊലു ഉത്സവം നടത്താറുണ്ട്. പക്ഷെ കഴിഞ്ഞ വർഷം ഒരു ഉൾവിളി പോലെ ഒരു ബൊമ്മക്കൊലു സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ള ഒരു ആശയം വരികയും തമ്പുരാന്റെയും എൻ്റെ ഗുരു ശ്രീ നീലകണ്ഠയുടെയും അനുഗ്രഹം കൊണ്ട് രണ്ടാമത്തെ ബൊമ്മക്കൊലു ഉത്സവത്തിൻ്റെ ഭദ്രദീപം തെളിയിക്കുന്ന അവസരത്തിൽ വരെ ഞങ്ങൾ എത്തിച്ചത്. എന്താണ് ബൊമ്മക്കൊലു എന്ന് ഞാൻ ഇനി പറയേണ്ട ആവശ്യമില്ല, കാരണം എല്ലാവർക്കും അറിഞ്ഞു കഴിഞ്ഞു. പക്ഷേ ചിലരുണ്ടാവാം ബൊമ്മക്കൊലുയുടെ ഐതിഹ്യങ്ങൾ ഒന്നും അറിയാത്തവർ. നമ്മുടെ തമിഴ് ബ്രാഹ്മണരുടെ നവരാത്രി ആഘോഷങ്ങളിൽ ഏറ്റവും ആചാരമുള്ളതാണ് ഈ ബൊമ്മക്കൊലു. ഇന്ന് വരെ നമ്മൾ ബൊമ്മ എന്ന് പറയും. നാളെ രാവിലെ കലശം കഴിഞ്ഞ് പൂജ കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ബൊമ്മ എന്ന് ഞങ്ങൾ പറയാറില്ല. അത് അവിടെ എനർജി വന്നു, അവിടെ ദൈവിക ഭാവം തന്നെയാണ് വരുന്നത്. സോ ഇന്ന് ബൊമ്മക്കൊലു എന്നുള്ള ഒരു വാക്ക് എനിക്ക് ഉപയോഗിക്കാൻ പറ്റും. അതിഗംഭീരമായിട്ട് പെരിഞ്ചല്ലൂരിലെ എല്ലാവരും കഴിഞ്ഞ വർഷം ബൊമ്മക്കൊലു ഈ ഉത്സവത്തെ ഇവിടെയുള്ള മുതിർന്നവർ മാത്രമല്ല, ഈവൻ കുട്ടികളടക്കം പല പല സ്കൂൾസിൽ നിന്നുള്ള കുട്ടികളടക്കം ഇവിടെ വന്ന് ഈ ബൊമ്മക്കൊലു അതൊരു സ്റ്റഡി ക്ലാസ് പോലെ ഒരു 7-8 സ്കൂൾസിൽ നിന്ന് കുട്ടികൾ വന്നിട്ട് സ്റ്റഡി ക്ലാസ് പോലെ എടുത്ത് അതിന്റെ എസെൻസ് അവർ മനസ്സിലാക്കി. അതായത് റിലീജിയസ് അല്ലാതെ ഈവൻ സയന്റിഫിക് എസെൻസ് കൂടി അവർ ഓരോ കഥയിൽ നിന്നും മനസ്സിലാക്കി. സോ ആ ഒരു ഊർജം തന്നെയാണ് രണ്ടാമത്തെ ബൊമ്മക്കൊലു ഇവിടെ നമ്മൾ വയ്ക്കാൻ തീരുമാനിച്ചത്. പിന്നെ പറഞ്ഞുകൂടിയുണ്ട്, ഒരിക്കൽ ബൊമ്മക്കൊലു സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ നിർത്താൻ പാടില്ല എന്നാണ് നമ്മുടെ റിലീജിയസ് ആയിട്ടുള്ള ഒരു ബിലീഫ് സിസ്റ്റം. സോ തമ്പുരാന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം ഭംഗിയായി. പക്ഷെ ഒന്നുകൂടി പറഞ്ഞോട്ടെ, ഇത് തീർന്നിട്ടില്ല. പക്ഷെ ഇന്ന് മാത്രമേ ഞങ്ങൾക്കൊരു മുഹൂർത്തമുള്ളൂ. അതുകൊണ്ടാണ് ഇത് ഇന്നത്തെ ഒരു ദിവസത്തിൽ നമ്മൾ തുടങ്ങുന്നത്. ഒരു 2-3 ദിവസത്തിൽ ഇത് ബൊമ്മക്കൊലു ഞങ്ങൾ നവരാത്രി 3-ാം തീയതി മുതൽ തുടങ്ങും. പക്ഷെ ഒരു പൂർണ്ണ രൂപം ഇത് വരണമെങ്കിൽ ഇനി ഒരു 3-4 ദിവസം കൂടി എടുക്കും എന്ന് അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു ഭദ്രതയും തെളിയിക്കുന്ന ഈ ഒരു ചടങ്ങിലേക്ക് ഞങ്ങൾക്ക് നീങ്ങാം. വളരെ 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 സന്തോഷവും അഭിമാനവും ഭാഗ്യം തന്നെയാണ് ഞാൻ ഇന്നത്തെ ഈ ദിവസത്തെ കരുതുന്നത്. കാരണം ബുധനാഴ്ച എന്തുകൊണ്ടും തലപ്പറമ്പ് തമ്പുരാന്റെ പ്രതിഷ്ഠാ ദിനം, ഒക്ടോബർ 2 നമ്മുടെയൊക്കെ മഹാത്മാഗാന്ധിയുടെ ഇത്. അപ്പോൾ എല്ലാം കൊണ്ടും വളരെ വളരെ ഉത്തമമായ ഒരു ദിവസം. ആ ഉത്തമമായ ഒരു ദിവസത്തിൽ ഈ ഭദ്രദീപം തെളിയിക്കേണ്ടതും ആദ്യത്തെ ഭദ്രദീപം തെളിയിക്കേണ്ടതും ഉത്തമ പുരുഷൻ തന്നെയാണ്. അതും എല്ലാവർക്കും അറിയാൻ വേണ്ടി പറയട്ടെ, നാരദരുടെ പ്രഥമ ശിഷ്യനായിട്ട് തന്നെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന. കാരണം ബദ്രിനാഥിലെ റാവൽജി എന്ന് പറഞ്ഞാൽ 8 വർഷം 9 വർഷത്തിന് ശേഷം നമ്മളെപ്പോഴും നാരദരുടെ പ്രഥമ ശിഷ്യനായിട്ടാണ് കാണുന്നത്. സോ ബദ്രിനാഥ് എന്നുള്ള ആ മഹാക്ഷേത്രത്തിലുള്ള ഭൂമിയിൽ ഇത്രയും അധികം വർഷം 16 വർഷത്തോളം അദ്ദേഹം ഭഗവാനെ സേവിച്ചു. അത് ഒരു മനുഷ്യനാൽ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ വലിയൊരു ചോദ്യം ചിഹ്നം തന്നെയാണ്. കാരണം ഇതുവരെ ഇത്രയും വർഷത്തിൽ ഈ ബദ്രിനാഥ ക്ഷേത്രത്തിന്റെ പാരമ്പര്യത്തിൽ ഇത്രയും വർഷം ഭഗവാനെ സേവിച്ച ഒരു റാവൽജി ഉണ്ടായിട്ടില്ല.
പക്ഷേ എന്തിനു വേണ്ടി അദ്ദേഹം തിരിച്ച് നാട്ടിലേക്ക് വന്നു എന്ന് ചോദിച്ചാൽ അതൊരു വലിയൊരു മഹത്വം. ഈ ഒരു നവരാത്രി കാലത്ത് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യട്ടെ. മാതൃ വാത്സല്യം എന്നുള്ള അമ്മയോടുള്ള ഒരു കടമ, ആ ഒരു കടമ നിറവേറാൻ കൂടിയാണ് അദ്ദേഹം അത്രയും വലിയൊരു ഭാഗ്യവും ആ ഒരു പൊസിഷൻ നമ്മുടെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ച് വന്നത്. ഒരു കാര്യം കൂടി, ബദ്രിനാഥ് ക്ഷേത്രത്തിന്റെ ചരിത്രത്തിൽ തന്നെ അവിടുന്ന് റാവൽജിയുടെ സ്ഥാനം കഴിഞ്ഞ് ഇറങ്ങിയവര് ആരും തന്നെ തിരിച്ച് അങ്ങോട്ട് പോകാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇന്ന് ഞങ്ങളുടെ ഭദ്രദൈവം തെളിയിക്കുന്ന നമ്മുടെയൊക്കെ ദൈവതുല്യരായിട്ട് ഞാൻ കാണുന്ന സാക്ഷാൽ ബ്രഹ്മശ്രീ നമ്മുടെ റാവൽജി, ഈശ്വർ പ്രസാദ് റാവൽജി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വീണ്ടും ഭഗവാനെ ദർശിക്കാൻ പോയി. അത് ഭാഗ്യം എന്നല്ലാതെ ഞാൻ വേറെ എന്താണ് പറയേണ്ടത്. ദൈവത്തിന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ പറ്റില്ല, ബട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും. സോ ഇത്രയും വർഷത്തെ നീണ്ട കാലയളവിന് ശേഷം അദ്ദേഹം ഇവിടെ വന്ന് വീണ്ടും അവിടെ എത്തി ഭഗവാന്റെ സേവ ചെയ്യാൻ വേണ്ടി, സേവ ഇൻ ദ സെൻസ് ഒരു പ്രാർത്ഥന പോലെ സേവ ചെയ്യാൻ വേണ്ടി അവിടെ പോകുക എന്ന് പറഞ്ഞാൽ അതൊരു, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, ഒരു മനുഷ്യന് സാധിക്കുമെന്ന് വെച്ചാൽ മനുഷ്യന് സാധിക്കില്ല, പക്ഷെ ദൈവം ആവശ്യമുള്ള റാവൽജിക്ക് സാധിക്കും. സോ ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെയൊക്കെ സ്വന്തം ബ്രഹ്മശ്രീ ഈശ്വർ റാവൽജിയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. വളരെയധികം ആദരവത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. വേറൊരു കാര്യം, നവരാത്രിയാണ്. ഇറ്റ്സ് ബേസിക്കലി ഒരു ഫെമിനൈൻ പവറാണ്, നമ്മുടെ ദേവിയാണ് നവരാത്രി എന്ന് പറയുമ്പോൾ. സോ ദേവിയുടെ ഒരു സാക്ഷാൽ രൂപം, നമ്മുടെ എപ്പോഴും പറയുന്നത് പോലെ മനുഷ്യ ദൈവരൂപേണ എന്ന് പറയുന്നത് പോലെ ചെറു പ്രായത്തിൽ തന്നെ അവരുടെ പാഷൻ ബേസ്ഡ് ആയിട്ട് മലയാള സിനിമയിൽ തന്നെ ആദ്യത്തെ ഫീമെയിൽ ആർട്ട് ഡയറക്ടർ, അത് തളിപ്പറമ്പ് എന്നുള്ള പെരിഞ്ചല്ലൂർന്ന ഗ്രാമത്തിൽ നിന്നാകുമ്പോൾ അത് എപ്പോഴും മധുരം കൂടുതലാണ്. ആൻഡ് ഭാഗ്യവശാൽ മാർച്ച് 8 ഇന്റർനാഷണൽ വിമൻസ് ഡേ പെരിഞ്ചല്ലൂർ സംഗീത സഭയുടെ നമുക്കൊരു ആദരവ് അവർക്ക് നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. അന്നും റാവൽജി ഉണ്ടായിരുന്നു, ഇന്നും അദ്ദേഹം നമ്മുടെ കൂടെയുണ്ട്. സോ മലയാളത്തിലെ ആദ്യത്തെ ഫീമെയിൽ ആർട്ട് ഡയറക്ടർ കുമാരി എന്ന് പറയാനാണ് വിശേഷിക്കേണ്ടത്, ദ്വന്ദ്വരും ചെയ്യാതെ അവരെ ഞാൻ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരൊറ്റ വാക്കിൽ എൻ്റെ എല്ലാ കുടുംബാംഗങ്ങളെയും ഞാൻ ഇതിലേക്ക് സ്വാഗതം ചെയ്ത് നമുക്ക് ഭദ്രദീപം തെളിയിക്കാൻ വേണ്ടി തെക്ക് കിഴക്ക് വടക്ക് പടിഞ്ഞാറ് വടക്ക് കിഴക്ക്.
രാജാധിരാജായ പ്രസക്യസാകിനേ നമോ വയം വൈശ്രവണായ കുർമഹേ സമേ കാമകാമായ മഹ്യം കാമേശ്വരോ വൈശ്രവണോ ദദാതു കുബേരായ വൈശ്രവണായ മഹാരാജായ നമഃ. ഷാജി രണ്ടുപേരും
ഇനിയുള്ള 9 രാത്രികളും എല്ലാവർക്കും ദേവീദേവന്മാരുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ശ്രീ രാമൽജിയോട് അനുഗ്രഹ പ്രഭാഷണത്തിന് വേണ്ടി ക്ഷണിക്കും. ശ്രീഗുരുഭ്യോ നമഃ. ഭദ്രം കരോതു സതതം ഗതേവിച്ച. ഇന്നിപ്പോൾ തളിപ്പറമ്പ് മഹാദേവന്റെ ഭൂമിയിൽ ഇതുപോലെയൊരു ചടങ്ങിൽ സജ്ജനങ്ങളുടെ കൂടെ പങ്കെടുക്കാൻ സാധിച്ചത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് കണക്കാക്കുന്നു. ഇതുപോലെ ഇതിനു മുമ്പ് വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു ഭാഗ്യം ലഭിച്ചത്. എൻ്റെ അച്ഛൻ കോട്ടയം ജില്ലയിലെ പൂഞ്ഞാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ശാസ്താവിൻ്റെ ക്ഷേത്രത്തിൽ മേശാന്തിയായ സമയത്ത് ആ ക്ഷേത്രത്തിൻ്റെ ഭാഗങ്ങളിലൊക്കെ തമിഴ് ബ്രാഹ്മണർ താമസമുണ്ട്. ആഗ്രശാലയിലാണ് ആദ്യമായിട്ട് ഇങ്ങനെ ബൊമ്മക്കുരു ആരാധനാ രീതികളൊക്കെ കണ്ടത്. ഇപ്പോൾ ചെറുപ്പകാലങ്ങളിൽ അവിടെയൊക്കെ കൂടിയിട്ടുണ്ടെങ്കിലും പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് നവരാത്രി കാലത്ത് ഇതുപോലെ ഒരു മഹാഭാഗ്യം ലഭിക്കുന്നത്. ബദ്രികാശ്രമത്തിലാണെങ്കിൽ നവദുർഗയായിട്ടാണ് അവിടെ ആരാധിക്കാറ്. വളരെ വിശേഷമായിട്ട് ഉള്ള പൂജകളോട് കൂടിയിട്ട് ബദ്രികാശ്രമത്തിൽ നാളെ ദുർഗാപൂജകൾ ആരംഭിക്കും. വിജയദശമി നാളിൽ സരസ്വതി ദേവിയെ ആരാധിച്ച് ആ മുഹൂർത്തത്തിലാണ് ബദ്രികാശ്രമത്തിൽ ബദ്രിനാഥൻ്റെ മനുഷ്യപൂജ കഴിഞ്ഞ് ദേവപൂജയ്ക്ക് സമർപ്പിക്കുന്ന ദിവസം തീരുമാനിക്കുന്നത്. ഏതാണ്ട് ഒരു 16 വർഷത്തോളമായിട്ട് ആ ഒരു ഭൂമിയിലെ നവരാത്രി പൂജയുമായിട്ടാണ് കൂടുതൽ ബന്ധം. നമ്മളെ സംബന്ധിച്ച് കേരളത്തിൽ വളരെ അപൂർവമായിട്ടാണ് ഇതുപോലെ ബൊമ്മക്കുരു ആരാധന പല സ്ഥലങ്ങളിലുണ്ടെങ്കിലും നമുക്ക് മറ്റുള്ളവർക്ക് പോയി പങ്കെടുക്കാൻ പറ്റുന്നൊരു സാഹചര്യമാകാറില്ല. ഇന്നിപ്പോൾ എല്ലാവരെ സംബന്ധിച്ചും വളരെ വലിയൊരു ഭാഗ്യമാണ് കണ്ണൂർ ജില്ലയിൽ ഇതുപോലെ തളിപ്പറമ്പിൽ എല്ലാവർക്കും ലഭിച്ചിരിക്കുന്നത്. ഇനിയുള്ള 9 ദിവസം ഭഗവതിയുടെ 9 ഭാവങ്ങളായിട്ട് ആരാധിച്ച് സാധാരണ ദുർഗാ സപ്തശതി പോലെയുള്ള പാഠങ്ങൾ ചെയ്ത് ഭഗവതിയുടെ 9 ഭാവങ്ങളായിട്ട് ആരാധിച്ച് ആണ് നവരാത്രി ആഘോഷിക്കാറ്. ഇന്നിപ്പോൾ നമ്മുടെ ഈ കലിയുഗത്തിൽ പരാശക്തിയുടേതായ ചൈതന്യം നമ്മളിൽ ഓരോരുത്തരും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ നവരാത്രി കാലങ്ങളിൽ ഉപാസനയുടെയും ഒക്കെ കാലമായിട്ട് തന്നെ പൂർണ്ണമായിട്ടും നവരാത്രി വ്രതങ്ങളോട് കൂടിയിട്ട് മുമ്പോട്ട് പോകാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടതാണ്. നവരാത്രിയുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ, കാരണം കലിയുഗത്തിൽ നമ്മൾ അനവധി കാണുന്നതൊക്കെ ദുരിതവും ദുരന്തങ്ങളും മാത്രമാണ്. അതിൽ നിന്നൊക്കെ നമുക്ക് നമ്മളിലുള്ള ദേവീ ചൈതന്യത്തെ ഉണർത്തി നമ്മളിലെ ആ പരാശക്തിയുടെ ചൈതന്യത്തെ ആവാഹിച്ചാൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ നവരാത്രി കാലങ്ങളിൽ പൂർണ്ണമായിട്ടും ദേവിയുടെ ഉപാസന ചെയ്ത് ഈ 9 ദിവസം ഒരു ഉത്സവമായി ആഘോഷിച്ച് നവരാത്രിയുടെ വ്രതശുദ്ധിയോട് കൂടിയിട്ട് ആരാധിക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. അതിനുള്ള ബുദ്ധിയും മനസ്സിലുള്ള ആ ഒരു ഭാവവും ഒക്കെ ഭഗവതി നമുക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരിയും ജയവിശ്വം. തങ്ങളുടെ കാൽപാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും അനുഗ്രഹം ജീവിതത്തിൽ വിഷയങ്ങളെ ലഭിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തതായി ഞാൻ കുമാരി തുന്തൂരൻ ചെയ്യുന്നവരോട് നമസ്കാരം. ഞാൻ ഇന്നുവരെ ബൊമ്മക്കുരു കണ്ടിട്ടില്ല. കഴിഞ്ഞ
കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്രാവശ്യം ഇങ്ങനെ ഒരു അവസരം വന്നപ്പോൾ ഞാൻ ശരിക്കും ഇപ്പോൾ ഈ സമയത്ത് കൽക്കട്ടയിലോട്ടേക്ക് തിരിച്ചു പോകണം, നവരാത്രി ഉത്സവം കാണണം, അവിടുത്തെ ദുർഗാപൂജ കാണണം എന്ന് ആഗ്രഹിച്ചിട്ട് വന്ന ഒരാളായിരുന്നു. ഒരാഴ്ചയായിട്ട് പനി പിടിച്ച് നടക്കുമായിരുന്നു, കൊണ്ട് പോകാൻ പറ്റില്ല. ഇപ്പം ഇവിടെ വരാൻ സാധിച്ചു, ഒരുപാട് സന്തോഷമുണ്ട്. ഇത്രയുണ്ട്, വേറെ ഒന്നും എനിക്ക് പറയാനില്ല. തളിപ്പറമ്പിൻ്റെ അഭിമാനമാണ്. കാരണം പല മൂവികളിലും നമ്മൾ കാണുന്ന ആ ഒരു ഫീല് ഇവരെ കൊണ്ടുവരുന്നത് ആ ഡയറക്ടേഴ്സാണ്. സോ ഇവരെ പോലെയുള്ളവരാണ് ശരിക്കും ഞങ്ങൾക്ക് ആ മൂവിനെ വേറൊരു സെൻസിലേക്ക് എടുക്കുന്നത്. വളരെ വളരെ സന്തോഷം ആക്ച്വലി കുമാരത്തന്തൂടെ വന്നതിന്. കഴിഞ്ഞ സുഖമുണ്ടായിരുന്നില്ല, ബട്ട് സ്റ്റിൽ ബൈ ഫോഴ്സ് ആണ് എങ്ങനെയാണെന്ന് അറിയില്ല, പിന്നെ ഇവിടെ നിന്ന് വന്നു. അത് നമ്മുടെയൊക്കെ സ്വന്തം ശ്രീകാര്യങ്ങൾ പറഞ്ഞു. ഏറ്റവും പ്രിയപ്പെട്ട എല്ലാവരോടും ഈ നവരാത്രി ആശംസകൾ നേരുകയാണ്. നമുക്കൊരു പുതുമയാണ്. കഴിഞ്ഞ തവണയും ഞാൻ ഇവിടെ വന്നിരുന്നു, ഇതിൻ്റെ ഉദ്ഘാടന ചടങ്ങിനുണ്ടായിരുന്നു. ഇപ്രാവശ്യവും വരാൻ പറ്റിയത് ദൈവ അനുഗ്രഹമാണ് എന്ന് പറയാൻ പറ്റും. എല്ലാവരെയും കാണാൻ സാധിച്ചത് വളരെ സന്തോഷമുണ്ട്. ഒരിക്കൽ കൂടി ആശംസകൾ നേരുകയാണ്. തളിപ്പറമ്പിന്റെ വികസനത്തിൽ വലിയൊരു പങ്ക് വഹിക്കുന്ന നമ്മുടെ വർഷമാണ്. ഒരു ഫോൺ കോൾ അദ്ദേഹം ഇവിടെ എത്തി. വളരെ 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 സന്തോഷം. തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം പലർക്കും അറിയാത്ത ഒരു വഴിപാടാണ് അശ്വമേധ നമസ്കാരം എന്ന് പറയുന്നത്. എല്ലാവരും ഒരു പൊന്നിൻകൂടത്തുള്ള അവിടെ നിർത്തുകയാണ് ആക്ച്വലി. ബട്ട് അതിനേക്കാൾ വലിയൊരു രീതിയിലുള്ള ഭഗവാനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് അശ്വമേധ നമസ്കാരം. കാരണം നമ്മുടെ തളിപ്പറമ്പ് പ്രതിഷ്ഠയായിട്ട് സംബന്ധിച്ച് അതിന് വലിയൊരു കണക്ട് ഉണ്ട്. ഇന്ന് വളരെ വളരെ ചുരുക്കം പേര് മാത്രമേ ഉള്ളൂ ഈ ഒരു നമസ്കാരം ചെയ്യാൻ. അതായത് നമുക്ക് നമ്മുടെ ഭാവിക്ക് വേണ്ടിയിട്ടാണ് അവർ അത്രയും കഷ്ടപ്പെട്ട് ആ നമസ്കാരം ചെയ്യുന്നത്. അങ്ങനെ വളരെ ചുരുക്കം പേര് മാത്രം ഉള്ള ശ്രീ ബ്രഹ്മശ്രീ എപ്പോഴും നാരായണ വിശിഷ്ട സദസ്സിന് വിനീത നമസ്കാരം. ഇതിനു മുമ്പ് സംസാരിച്ച ആരെയും പരിചയപ്പെടുത്താനായിട്ടില്ല, എന്നെ പരിചയപ്പെടുത്തിയിട്ടും കാര്യമില്ല. എങ്കിലും മേപ്പള്ളി നാരായണ നമ്പൂതിരി എന്നാണ് എൻ്റെ പേര്. തളിപ്പറമ്പ് ക്ഷേത്രങ്ങളിലെ ഒരു പാരമ്പര്യം ഒരാളെ അദ്ദേഹം പറഞ്ഞതുപോലെ ഈശ്വര നിയോഗത്താൽ ഒരു കർമ്മം മറ്റു ഭക്തന്മാർക്ക് വേണ്ടി അവരുടെ അനുഗ്രഹത്തിനായിക്കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് രാജരാജേശ്വരന്റെ സന്നിധിയിൽ അശ്വമേധ നമസ്കാരം ചെയ്യാൻ അതൊരു ഈശ്വര നിയോഗമാണ്. നവരാത്രി ഇത്രയും സാർവത്രികമായി ഭാരതത്തിൽ ആചരിക്കപ്പെടുന്ന ഒരു സമയം, ഒരവസരം മിക്കവാറും ഇല്ല. ദീപാവലി എന്ന് ഒട്ടും നമ്മുടെ മനസ്സിൽ വരും. മിക്കവാറും ദീപാവലി കേരളത്തിൽ അധികം പ്രചാരമില്ല. ഗണേശോത്സവം ചില പ്രദേശങ്ങളിലുണ്ട്. നവരാത്രി പോലെ ഇത്രയും സാർവത്രികമായിട്ട് കേരളത്തിൽ, ഇന്ത്യയുടെ, ഭാരതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ആചരിക്കപ്പെടുന്ന ഒരവസരം. ആകെ അന്തരീക്ഷം തന്നെ മാറുകയാണ്. ഈശ്വരപ്രസാദ് അവർ സൂചിപ്പിച്ചതുപോലെ പ്രപഞ്ചമാതാമായ പരാശക്തി വിവിധ നാമരൂപങ്ങളിൽ ലോകാനുഗ്രഹത്തിനായിക്കൊണ്ട് പ്രത്യക്ഷപ്പെടുന്ന ഒരവസരം. എങ്ങനെ വേണമെങ്കിലും ആരാധിക്കാം. യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത, ശക്തിരൂപേണ സംസ്ഥിത, ദുർഗാരൂപേണ സംസ്ഥിത, വിദ്യാരൂപേണ സംസ്ഥിത, കാളീരൂപേണ സംസ്ഥിത. നമസ്തസ്യൈ 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 നമോ നമഃ. അവരവരുടെ അഭിരുചി, ആഗ്രഹം, ഇഷ്ടം, പ്രാർത്ഥന അതിനനുസരിച്ച് ഏത് ദേവിയെ വേണമെങ്കിലും, ഏത് ദേവിയെ ഏത് രൂപത്തിൽ വേണമെങ്കിലും, ഏത് നാമത്തിൽ വേണമെങ്കിലും ആരാധിക്കാം. യഥാ മാം പ്രപദ്യന്തേ തഥൈവ ഭജാമ്യഹം. ആര് എന്നെ ഏത് രൂപത്തിൽ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നുവോ ഞാൻ അവരുടെ മുമ്പിൽ അതേ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ഭഗവത്ഗീതയിൽ. അപ്പോൾ ഈ അവസരത്തിൽ നമുക്ക് ഇത്രയും ഭഗവാനാണ് ദേവിയുടെ അനുഗ്രഹത്തിനായിക്കൊണ്ട്, മാതാവിൻ്റെ അനുഗ്രഹത്തിനായിക്കൊണ്ട് പ്രാർത്ഥിക്കുക. നവരാത്രി ധാരാളം സമയമുണ്ട്. നമുക്ക് കേരളത്തിൽ പ്രത്യേകമായിട്ടും വിദ്യാധി ദേവതയായിട്ടാണ്, സരസ്വതിയായിട്ട് നമ്മൾ ആരാധിക്കുന്നത് നവരാത്രിയിൽ. ഇതെല്ലാ കാലത്തും അങ്ങനെ, എല്ലാ ദിക്കിലും അങ്ങനെയല്ല. ബംഗാളിൽ നമുക്ക് പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഏത് രൂപത്തിൽ വേണമെങ്കിലും ആരാധിക്കാം, അതിന് യാതൊരു തടസ്സവുമില്ല. വിജയ് ചെയ്തു വരുന്ന ഒരു കാര്യം, അത് അഭിനന്ദിച്ചുകൊണ്ടൊന്നും എനിക്കതിനുള്ള വാക്കുകളില്ല. ചുരുക്കത്തിൽ പറഞ്ഞാൽ തളിപ്പറമ്പിൻ്റെ കലാ സാംസ്കാരിക മണ്ഡലത്തിൽ ഇദ്ദേഹം കൊണ്ടുവന്ന ഒരു മാറ്റം, ഒരു പരിവർത്തനം
ആകെ ഒരു അന്തരീക്ഷത്തിൽ തന്നെയാണ് മാറ്റം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട്. അത് കർണാട്ടിക് മ്യൂസിക് ആണ്, അതായത് ക്ലാസിക്കൽ മ്യൂസിക് ആണ്, കർണാട്ടിക്കോ അല്ലെങ്കിൽ ഹിന്ദുസ്ഥാനിയോ. ഈ ബൊമ്മക്കൊരു ഇദ്ദേഹം തന്നെ പറഞ്ഞതുപോലെ നമ്മൾ പലർക്കും, ഞാനൊരു മറുനാടനായിരുന്നു, അതുകൊണ്ട് അതിൽ കുറേ കാലം താമസിച്ചത് കൊണ്ട് എനിക്ക് ബൊമ്മക്കൊരു കുറേശ്ശെ അറിയാം. ഒരു 50-60 വർഷം മുമ്പ് ഇവിടെ ചില പ്രൈവറ്റ് ഹൗസിൽ സ്വന്തം ഭവനങ്ങളിൽ ചെറിയ രീതിയിൽ ബൊമ്മക്കൊരു ഉണ്ടായിരുന്നു. അവരുടെ സംസ്കാരമാണ്, ആ സമുദായത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതുപോലെ ഇപ്പോൾ കഴിഞ്ഞ 2 കൊല്ലമായിട്ട് പക്ഷേ ഇതിൻ്റെ അനുരണനങ്ങൾ, ഇതിൻ്റെ ഒരു പ്രതികൾ, ഇതിൻ്റെ ആകെ അന്തരീക്ഷം തന്നെ മാറ്റിമറിക്കുകയാണെന്നുള്ളതാണ് ഞാൻ എടുത്ത് പറയുന്നത്. അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ പ്രയത്നം എപ്പോൾ തന്നെ പ്രശംസിച്ചാലും അധികമാകുന്നില്ല. അത്രയും എനിക്ക് പറയാനുള്ളൂ. ഞാൻ അദ്ദേഹത്തിനും കൂടി ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും കൂടി ഈശ്വരാനുഗ്രഹത്തിനും ദേവിയുടെ അനുഗ്രഹത്തിനും പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. 2016 തളിപ്പറമ്പിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സിഗ്നേച്ചർ ആയിട്ടുള്ള ഒരു ഇയറാണ്. ആ വർഷം തന്നെയാണ് കഥകളി കേന്ദ്രവും തുടങ്ങിയത്, തളിപ്പറമ്പ് കഥകളി കേന്ദ്രം. അതിൻ്റെ എല്ലാമാണ് ഇദ്ദേഹം. സോ കഥകളിയായാലും ശരി, സംഗീതമായാലും ശരി, ദൈവമായാലും ശരി, എല്ലാ രൂപത്തിലും തളിപ്പറമ്പിൻ്റെ പഴയൊരു പെരുമ വീണ്ടെടുക്കാൻ എല്ലാവരും കൂടി ശ്രമിക്കുമ്പോഴാണ് ഞങ്ങൾ, ഇതെൻ്റെ കുടുംബമാണ്, ഇവിടെയുള്ള എല്ലാവരും എൻ്റെ കുടുംബമാണ്, ഞാൻ ഒരു സ്പാർക്ക് പോലെ അവർക്ക് കൊടുക്കുന്നില്ല, ബാക്കിയൊക്കെ തരുന്നത് അവരാണ്. സോ അതുകൊണ്ടാണ് പറയുന്നത് ഇതിൻ്റെ ഒക്കെ ശരിക്കും ഞാൻ മുന്നിൽ നിന്ന് പറയില്ല, ഞാൻ പിന്നിൽ നിന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ മാറി നിൽക്കും. ബാക്കി എല്ലാം ഇവരുടെ സപ്പോർട്ട് തന്നെയാണ്. വളരെ വളരെ നന്ദി. ആശീർവാദത്തിന് ശ്രീ പി.വി. രാജശേഖരൻ മാഷ്, തമ്പുരാൻ പ്രസിഡന്റാണ്, അസോസിയേഷൻ പ്രസിഡന്റാണ്. അതിനേക്കാൾ ഞങ്ങളുടെ എല്ലാമാണ് പെരുമ്പലൂർ സംഗീത സഭയുടെ പ്രസിഡന്റാണ്. എല്ലാ മേഖലകളിലും നമുക്ക് മാഷെ കാണാൻ പറ്റും. മാഷ തളിപ്പറമ്പുകാർക്ക് ഇതൊരു പുത്തൻ അനുഭവമായി മാറ്റിയത് വിജയിയാണ്. ബൊമ്മക്കൊരു ഉത്സവത്തിൻ്റെ ചരിത്രവും അതിൻ്റെ രൂപവും ഭാവവും എല്ലാം തന്നെയും തളിപ്പറമ്പുകാർക്ക് കാണിച്ചു കൊടുക്കാൻ കാണിച്ച ഈ മനോഭാവത്തെ ഞാൻ കൃത്യമായിട്ട് അഭിനന്ദിക്കുകയാണ്. ഇതിനെല്ലാവിധ ഭാവവും നേരുന്നു. മാഷ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈസ് ഓൾവേസ് യങ് എന്നുള്ളത്. അതുപോലെ എൻ്റെ ലൈഫിൽ വേറൊരു യങ് പേഴ്സണാലിറ്റി ഉണ്ട്, അതാണ് കുഞ്ഞിരാമൻ സാർ. ഞാൻ എപ്പോഴും യങ് ആയിട്ട് കാണുന്നതാണ്. ഇന്ന് ആക്ച്വലി അദ്ദേഹത്തിന് സുഖമില്ല, കാരണം കയ്യിലെ കൂടി ഞാനിത് കാണുന്നുണ്ട് ഞാനിവിടെ, ബട്ട് സ്റ്റിൽ ഹി മെയ്ഡ് ഇറ്റ്. അതൊക്കെയാണ് ഒരു ഗുരുവിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനാണ് വിജയ്. അതുകൊണ്ട് തന്നെ വാക്കുകൾ യഥാർത്ഥ വരുന്നില്ല എന്ന് തന്നെ കാണാൻ വേണ്ടി കഴിയും. പറയാനില്ലാതുകൊണ്ടല്ല, തളിപ്പറമ്പിൻ്റെ നിർമ്മാണത്തിൽ നിർണായക പങ്കുവഹിച്ച കമ്പനി സ്വാമിയുടെ ചെറുമകൻ എല്ലാ അർത്ഥത്തിലും ഇവിടെ ചരിത്രം സൃഷ്ടിക്കുകയാണ്. അതുകൊണ്ടാണ് വളരെ അഭിമാനമുള്ള നിമിഷമായിട്ട് തോന്നുകയാണ്. വാക്കുകൾ ഇടറൊന്നു എന്ന് തന്നെ ഇവിടെ പറയാം. വിജയ് എല്ലാ ഘട്ടത്തിലും എല്ലാ അവസരങ്ങളിലും പുതുമ സൃഷ്ടിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് നമ്മളൊരു വസുദേവ കുടുംബകം എന്ന രീതിയിലുള്ള ഒരു ബന്ധം എല്ലാവരിലും പരസ്പരം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് അവിടെ എല്ലാവരുടെയും മുഖത്ത് കാണാൻ വേണ്ടി കഴിയും. ഈ അപൂർവ നിമിഷം സമ്മാനിക്കാൻ വേണ്ടി വിജയം നടത്തിയിട്ടുള്ള ആ ഊർജവും ആ മുൻകൈയും എത്ര അഭിനന്ദിച്ചാലും ചെറുതാകില്ല, അതുപോലെ പൂർത്തിയാകില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് വിജയ് നമ്മുടെ ഗുരുവായിട്ട് മാറുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ശിക്ഷനപ്പുറം ഒരുപാട് പാതകൾ, പുതിയ പാതകൾ വിജയയുടെ വെട്ടി തുറക്കുകയാണ്. എനിക്ക് അത്ഭുതം തോന്നാറുണ്ട്. എൻ്റെ സ്നേക് പാർക്കിൽ പലപ്പോഴും പാമ്പുകളോട് സംസാരിക്കാനും കുട്ടികളെയും കൂട്ടി അവിടെ വരാനും ഒക്കെ, ഒരു പാമ്പ് സ്നേഹി എന്നതിനപ്പുറം നമ്മുടെ ഇക്കോസിസ്റ്റത്തെ ഇത്രമാത്രം ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന മറ്റൊരു ചെറുപ്പക്കാരൻ നമ്മുടെ തളിപ്പറമ്പിലുണ്ടോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് തളിപ്പറമ്പിൻ്റെ മുഖമാണ് വിജയ് നീലകണ്ഠൻ എന്ന് പറയുന്ന വിജയ്ക്ക് ഈ സംരംഭത്തിന് എല്ലാ ആശംസകളും നേരുകയാണ്. താങ്ക് യു. ഞാനൊരു പുസ്തകം ഇപ്പം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. രാജഗോപാലയുടെ ഫസ്റ്റ് ബുക്കാണ്, ഫസ്റ്റ് കോഫി ടേബിൾ ബുക്കാണ് ലോകത്തിൽ. അത് ഓൾമോസ്റ്റ് ഒരു 80-85% കംപ്ലീറ്റ് ആയി.
ഇറ്റ്സ് എ കോഫി ടേബിൾ ബുക്ക്. സോ എന്നോട് പലരും ചോദിക്കാറുണ്ട് എവിടെ നിന്നാണ് നമുക്ക് ഈ പാമ്പിനോടും പ്രകൃതിയോടും കിട്ടുന്നത്. എൻ്റെ ചെറുപ്പകാലത്ത് ഒന്ന് ഞങ്ങൾ താമസിക്കുന്ന വീട്, 2 ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് സ്നേക് പാർക്ക് തന്നെയാണ്. സോ ആ 3 ലെറ്റർ ലെജൻഡ് MVR എന്ന് പറഞ്ഞ ആ ലെജൻഡ് ഞങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷനാണ്. അവിടെ നിന്നാണ് ഞങ്ങൾക്ക് കൂടുതൽ അറിവ് ഞങ്ങൾക്ക് ലഭിച്ചത്. പക്ഷേ അതിപ്പോൾ കുഞ്ഞിരാമൻ സാറിൻ്റെ ലീഡർഷിപ്പിൽ വലിയ രീതിയിൽ അറ്റ് എൻഡ് ഓഫ് ദ ഡേ ലെറ്റ് മീ ടെൽ യു അതൊരു ബിസിനസ്സായിട്ട് അദ്ദേഹം ഇതുവരെ കണ്ടിട്ടില്ല. സോ ഞാൻ പല പ്രാവശ്യവും 30 കുട്ടികൾ 40 കുട്ടികൾ കൊണ്ട് അവിടെ ക്ലാസ് എടുക്കുമ്പോൾ എനിക്ക് തരുന്ന ആ ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അടുത്ത തലമുറയ്ക്കാണ് നമ്മൾ ഈ പ്രകൃതിയും വന്യജീവികളും എന്തുകൊണ്ട് സംരക്ഷിക്കണമെന്ന് പറഞ്ഞു കൊടുക്കേണ്ടത്. എനിക്കിപ്പോൾ അതിന് ടിക്കറ്റ് എടുത്ത കുട്ടികളെ 100 കുട്ടികൾ ഒരു വർഷം ഞാൻ കൊണ്ടുപോകാറുണ്ട്, പറ്റുമില്ല. സോ അങ്ങനെയുള്ളൊരു സപ്പോർട്ടാണ് കുഞ്ഞിരാമൻ സാർ തരാറ്. സോ അതുപോലെ അത്രത്തോളം എൻ്റെ ജീവിതത്തിൽ ഒരു ഇൻഫ്ലുവൻസ് ചെയ്തൊരു മൈ സെക്കൻഡ് ഹോമാണ് എന്ന് പറഞ്ഞിട്ടുള്ള സ്നേഹിപ്പർ. അത് വലിയ രീതിയിൽ നല്ല രീതിയിൽ കാണുമ്പോൾ എനിക്ക് സന്തോഷം തോന്നുന്നുണ്ട്. താങ്ക് യു സോ മച്ച് വിജയൻ സർ. പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. ഒരു വലിയ പ്രസംഗത്തിനോട് കാര്യമില്ല, എല്ലാവരും സംസാരിച്ചു. പക്ഷെ എനിക്കൊരു സന്തോഷം കാര്യം മാത്രം പറയാൻ പറ്റും. വിജയ് ഇവിടെ തുടക്കത്ത് പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം 2000 ഇഷ്ടം ബൊമ്മകളാണ് ഇവിടെ ഉണ്ടാകും. നമുക്കൊരു 3000-ഓളം ഉണ്ട് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾക്ക് ഒരു ചെറിയ കുഴപ്പമുള്ളത് ഒരു പ്രാവശ്യം തുടങ്ങിക്കഴിഞ്ഞാൽ അവസാനിപ്പിക്കാൻ പറ്റില്ല എന്നാണ്. അപ്പോൾ അത് വലിയൊരു പ്രതീക്ഷ നൽകുന്നതാണ്. ഒരു പ്രാവശ്യം തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് അവസാനിപ്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അടുത്ത വർഷങ്ങളിലും ഇതുണ്ടാകും എന്നതിൻ്റെ ഉറപ്പായി കഴിഞ്ഞു. അപ്പോൾ ഇനി എല്ലാ വർഷവും ഇതുണ്ടാകും. അതുകൊണ്ട് തന്നെ കാരണം അല്ലെങ്കിൽ ഞങ്ങൾ ചോദിക്കണമായിരുന്നു അടുത്ത വർഷം ഉണ്ടാവില്ല വിജയ് എന്നൊക്കെ ചോദിക്കണം. അപ്പോൾ വിജയ് പറഞ്ഞു അത് പിന്നെ ഒരു പാപമായി മാറും, കാരണം അടുത്ത വർഷം ഇല്ലെങ്കിൽ അത് ഞങ്ങൾക്കൊരു കുഴപ്പമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ കുഴപ്പം എന്തായാലും വരില്ല, ഞങ്ങൾ വരുത്തുകയില്ല. അപ്പോൾ ഏതായിരുന്നാലും അടുത്ത വർഷം നമുക്ക് ഈ 3 എന്നുള്ളത് അതിനപ്പുറത്ത് വർദ്ധിക്കുകയാണ്. പിന്നെ മറ്റൊരു പ്രത്യേകത, സാധാരണഗതിയിൽ ബൊമ്മക്കൊലു എന്നൊക്കെ പറയുമ്പോൾ എല്ലായിടത്തും മൂർത്തികളുടെ അല്ലെങ്കിൽ ഈശ്വരന്മാരുടെ പ്രതിമകളൊക്കെയാണ് ഉണ്ടാവും. ഇവിടെ ഒന്നത് ദേശവൽക്കരിച്ചിട്ടുണ്ട്. ഒരുപാട് പ്രദേശങ്ങളിൽ ദേവതകളുടെ ഒക്കെ ആകുമ്പോഴും പുറത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് കുറേയേറെ ദേശീയ നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ അവരെ പോലും നമ്മുടെ ദേവതുല്യനായിട്ട് കാണുന്ന ഒരു രീതിയിലേക്ക്, അതിൻ്റെ ഒരു വിശാലമായ അർത്ഥത്തിലേക്ക് വിജയ് കൊണ്ടുവരാണ്. ഏതായിരുന്നാലും നമ്മുടെ തളിപ്പറമ്പിൻ്റെ സാംസ്കാരിക ഇടങ്ങളിൽ ഒരു വലിയ സ്വാധീനം ചെലുത്താൻ പോവാണ്. കാരണം ഈ സംഗീത സഭയായിരുന്നാലും ശരി, ഇതായിരുന്നാലും ഈ ബൊമ്മക്കൊലു ഉത്സവമായിരുന്നാലും ശരി, കഥകളി കേന്ദ്രമായിരുന്നാലും ശരി, ഇല്ല തളിപ്പറമ്പ് സാംസ്കാരിക ഇടങ്ങളിൽ നിന്ന് വളരെ പുറകോട്ട് പോയിരുന്ന ഇടമാണ്. ഇപ്പോൾ അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ കുറേ കാലമായിട്ട് തലശ്ശേരി കഴിഞ്ഞ് അല്ലെങ്കിൽ കണ്ണൂർ കുറച്ചൊക്കെ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് പയ്യന്നൂരായിരുന്നു. ഈ തളിപ്പറമ്പ് എന്നുള്ളത് സാംസ്കാരിക ഭൂമിയിൽ ഇടപിടിച്ചിട്ടില്ലാത്ത ഒരു പ്രദേശമായിരുന്നു. ഇന്ന് അത് സ്ഥിതി മാറിയിരിക്കുകയാണ്, സ്ഥിതി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് ഒരുപക്ഷെ ഈ ഇടം യഥാർത്ഥത്തിൽ നമ്മുടെ തളിപ്പറമ്പിൻ്റെ ചരിത്രത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുള്ള നീലകണ്ഠായരുടെ ഈ സ്മാരക മന്ദിരം അല്ലെങ്കിൽ അവരുടെ ഓർമ്മ കെട്ടിടം അതിന് ഒരു നിമിത്തമായി മാറിയിരിക്കുകയാണ്. അവിടെയാണ് നമ്മുടെ സംഗീത സഭയൊക്കെ തുടങ്ങിയത്, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു സാംസ്കാരിക നവോത്ഥാനത്തിന്, തളിപ്പറമ്പിൻ്റെ സാംസ്കാരിക നവോത്ഥാനത്തിന് കഴിയും. അതിന് വിജയ്ക്ക് നേതൃത്വം കൊടുക്കാൻ കഴിയുന്നു എന്നുള്ളത് എനിക്ക് വേറൊരു സന്തോഷം കൂടിയുണ്ട്. വിജയ് എൻ്റെ മകൻ്റെ കൂടെ പഠിച്ചതാണ്. ഞങ്ങൾ കുട്ടിക്കാലം തൊട്ട് വിജയ് ഒരു ചെറിയ ട്രൗസർ ഇട്ടിട്ട് വീട്ടിൽ വന്നുകൊണ്ടിരുന്ന കാലം തൊട്ട് ഞങ്ങൾ പരിചയമുള്ളൊരു കുട്ടിയാണ്. ഞങ്ങൾ അന്നേ ഒരു വളരെ സ്നേഹത്തിൽ ഒരുമിച്ച് ഒരുപാട് കാലം നടന്നതാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഈ ബൊമ്മക്കൊലു ഉത്സവം നടക്കുമ്പോൾ എൻ്റെ മകൻ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 2 പേരും കൂടിയാണ് വന്നിരുന്നത്. അപ്പോൾ ഏതായിരുന്നാലും വിജയുടെ ഈ എല്ലാവരും വിജയെ കുറിച്ച് നല്ലതൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ യഥാർത്ഥത്തിൽ എനിക്ക് ഒരുപാട് അഭിമാനവും സന്തോഷവും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ചടങ്ങിന് മാത്രമല്ല ഇനി വരും കാലത്ത് ഒരുപാട് നന്ദി സന്തോഷമൊക്കെ അറിയിക്കുന്നു. കാരണം ഇത് നമ്മളിപ്പം ഇവിടെ കൂടിയത് ഒരു കുടുംബ സദസ്സാണെന്നൊക്കെ പറയും, പക്ഷെ കുടുംബ സദസ്സ് മാത്രമൊന്നുമല്ല. ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ട് പുറകിലേക്ക്, അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചത് എവിടുന്നാണ് വരുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അത് കണ്ണൂരുകാരനാണെന്ന് എനിക്കറിയാം. പത്രത്തിൽ കണ്ടുവരികയാണ്. അപ്പോൾ തിരക്കൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് വരും. കാരണം ഇത് അപ്പോൾ നമ്മുടെ അതിരുകൾ കടന്നു പോകുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. വടകരയിൽ നിന്നുണ്ട്. ഓക്കെ. അപ്പോൾ അതൊരു വലിയ സൂചകമാണ്. അപ്പോൾ അതുകൊണ്ട്
ഇതിനെ എല്ലാ വിജയങ്ങളും നമ്മളാണ് വിജയിപ്പിക്കേണ്ടത്. ഇത് തുടങ്ങുന്നു, നമ്മൾ വിജയിപ്പിക്കണം, തുടരണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. നമ്മൾ നേരിടും. സോ അടുത്ത കൊല്ലം ഞാൻ ഇങ്ങനെ 1 മണിക്കൂർ എല്ലാവരും നിർത്തിക്കുന്നതാണ്. ക്ഷമിക്കുകയാണെങ്കിൽ അതല്ലാണ്ട് വേറെ എനിക്ക് പറയാനില്ല. പക്ഷെ എല്ലാവരുടെയും നല്ല പോസിറ്റീവ് വൈബ് വരുമ്പോൾ എല്ലാം നല്ലതായിട്ട് നടക്കണം എന്നാണ് ഞങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് കാണിച്ചു തന്നത്. ആ ഒരു വഴി തന്നെ ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. താങ്ക് യു സോ മച്ച് പ്രമോദട്ട. എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ വർഷം ഇത് വളരെ പുതുമയായിരുന്നു. ആദ്യത്തെ വർഷം നല്ല നിലയിൽ ഞാനും എൻ്റെ കുടുംബത്തോടൊപ്പം എൻ്റെ കുഞ്ഞുമാരോടൊപ്പം വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചത്, അച്ഛാ ഇതെന്താ ഇത്, ഇങ്ങനെ കുറേ സാധനം വെച്ചിട്ടുണ്ട്, അത് തൊടാൻ പറ്റുമോ, കാണാൻ പറ്റുമോ, ഇതിൻ്റെ ഓരോന്നിൻ്റെ കഥ പറഞ്ഞു കൊടുക്കലായിരുന്നു പറയും. ഇന്ന് സത്യത്തിൽ ഇതിൻ്റെ ഉദ്ഘാടന ദിവസം വരുമ്പോൾ ഞാൻ കുഞ്ഞുമാരോട് പറഞ്ഞിട്ടില്ല. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്നുള്ള ഒന്ന് ഈ 3000 കഥ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷെ 9 ദിവസത്തിൻ്റെ ഇടയിൽ ഉറപ്പുണ്ട് ഏതെങ്കിലും ഒരു ദിവസം വൈകുന്നേരം കുടുംബസമേതം ഇത് വന്ന് കാണുന്നുണ്ട്. തലപ്പുറക്കാർക്ക് ഇങ്ങനെ ഒരവസരം ഒരുക്കി തന്ന പ്രിയപ്പെട്ട വിജയ്ക്ക് തുടർന്നുള്ള വർഷങ്ങളിലും ഏറെ മനോഹരമായി ഇത് നടത്തിക്കൊണ്ടുപോകാനും ഒരുപാട് പുതിയ ആളുകളുടെ മനസ്സിലേക്ക് ഈ ബൊമ്മക്കൊലു എന്ന സങ്കല്പവും ഒപ്പം പുതിയ മാറ്റങ്ങൾ ഉണ്ടാകാനും ജീവിതത്തെക്കുറിച്ച് പുതിയ നേട്ടങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും സഹോദരത്വത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരു സാഹോദര്യത്തിൻ്റെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കാനും ഇതുവഴി സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. എല്ലാവിധ നന്മകളും തരും. പ്രമുഖയുടെ ഓരോ വർഷവും ഓരോ പുതിയ തീം കിട്ടുന്നുണ്ട്. ചിലർക്ക് ഞാൻ ചെയ്യിപ്പിക്കുന്നതാണ്. പലതിന് കഥ എനിക്കും അറിയില്ല. പക്ഷേ എത്രത്തോളം നമ്മുടെ പുരാണങ്ങളിൽ കഥകളുണ്ട് എന്നുള്ളത് എനിക്ക് ഓരോ വർഷം ഇപ്പം ബോധ്യപ്പെടുകയാണ്. അതിൽ തന്നെ പല ഇന്റർപ്രിട്ടേഷൻസും വരുന്നുണ്ട്. ഓൾസോ ഇത് ഞങ്ങൾക്ക് തന്നെ ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഏതാണ് ശരി, ഏതാണ് തെറ്റ്, നമുക്ക് എന്താ എടുക്കാൻ പറ്റുക എന്നുള്ളത്. സോ അല്ല, വളരെ നമുക്ക് അത്രത്തോളം നമ്മുടെ ഭാരതത്തിന്റെ ഒരു സംസ്കാരത്തിന്റെ ഇതാണ് നമ്മുടെ ആൻസിസ്റ്റേഴ്സ് നൽകിയത്. കഥാരൂപത്തിലാണെങ്കിലും ശരി, അതിലുള്ള എസൻസ് ഞങ്ങൾക്ക് എടുക്കാന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. ഡോക്ടർ വത്സലൻ ഞങ്ങളുടെ ഫാമിലി കുടുംബമാണ്. 83 മുതൽ തലമുറകളിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അത്രയും അച്ഛൻ്റെ അത് ജനറേഷനിലോട്ട് ഇങ്ങോട്ടും ഫോളോ ചെയ്യുന്നു. അതിൻ്റെ ഒരു സംസ്കാരം മാത്രമാണ്. എല്ലാവരും വളരെ വിശദമായി സംസാരിച്ചു. ഞാനും കൂടി സംസാരിച്ചിട്ട് ഇനിയും സമയം വൃഥാവിലാക്കുന്നില്ല. വിജയം എല്ലാവർക്കും നവരാത്രി ആശംസകൾ നേരുന്നു.